ശരി, അപ്പം ഈ കേസ് കള്ളക്കേസാണെന്നും അത് തെളിയുമെന്നുമാണ് രഞ്ജിത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ലൈംഗികാതിക്രമം നടന്നത് ജനുവരി 30-നാണ്. സെറ്റിലെ ക്യാരവാനിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് യുവനടിയുടെ പരാതി. രഞ്ജിത്തിന്റെ മുൻ കേസുകൾ പരാമർശിച്ച് പോലീസ് സമാനമായി 2 കേസുകൾ ഉണ്ടായിരുന്നു. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ് പറയുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ. സേതു, കഴിഞ്ഞ ജനുവരി 30-ാം തീയതി ഈ കേസ് അല്ലെങ്കിൽ ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്ന്, ഈ കേസ് ജനുവരി 30-ന് ആ പെൺകുട്ടിയെ കാരാവാനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് പോലീസിന്റെ പരാമർശം. മറ്റൊരു കാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കുന്നത്, രഞ്ജിത്തിന്റെ സമാനമായ 2 കേസുകളാണ്. മുൻപ് സമാനമായ 2 കേസുകൾ രഞ്ജിത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കേസ് അട്ടിമറിക്കപ്പെടും എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഈ അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോയതും. ഇന്ന് 12 മണിയോടുകൂടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും പോലീസ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് രഞ്ജിത്തിന്റെ സമാനമായ 2 കേസുകളെ കുറിച്ച് തന്നെയായിരിക്കും. രഞ്ജിത്തിന്റെ അഭിഭാഷകനാകട്ടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കേസിലുണ്ടായ കാലതാമസം തന്നെയാണ്. ജനുവരി 30-ാം തീയതി ഈ സംഭവം നടന്നിട്ടും പരാതി കൊടുക്കാൻ വളരെ മാസങ്ങൾ എടുത്തു എന്നുള്ളതാണ് അവർ മുഖ്യമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. 2 മാസം പിന്നിട്ടതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി നൽകുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. മറ്റൊന്ന്, ഇത് തികച്ചും കള്ളക്കേസാണ് എന്നുള്ളൊരു വാദം കൂടി രഞ്ജിത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ സംബന്ധിച്ച്, അദ്ദേഹം കരൾ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. മാത്രമല്ല ന്യൂറോ സംബന്ധിച്ച അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇക്കാര്യമെല്ലാമായിരിക്കും കോടതിയെ ബോധിപ്പിക്കാൻ പോകുന്നത്. അതേസമയം പോലീസ് ആവട്ടെ രഞ്ജിത്തിന്റെ സമാനമായ 2 കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കുകയും വേണ്ട നടപടികളും ഒപ്പം തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാണിക്കുക. എന്തായാലും 12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വാദം കേൾക്കാൻ കോടതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1-ൽ തന്നെയാണ് ഈ കേസ് 12 മണിയോടുകൂടി പരിഗണിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ മനീഷ് എല്ലാം പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തെ അല്പനേരം മുൻപാണ് ജയിലിലേക്ക് എത്തിച്ചത്. ഇന്ന് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തെ 13-ാം തീയതി വരെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. ഇതിനിടയിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. കോടതി ഇന്ന് തന്നെ വാദം കേൾക്കാമെന്നുള്ളത് രഞ്ജിത്തിന്റെ അഭിഭാഷകനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറെയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 12 മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിനെ ഏതെല്ലാം തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരിക്കും പോലീസ് പരാമർശിക്കുക. ഇതിനിടയിൽ തന്നെ 10 മണിയോടുകൂടി തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. സേതു.